അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ ഹപ്പോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. സിറോ വാലിയുടെ ഭാഗമായിട്ടുള്ള ഹപ്പോളി എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച അരുണാചൽ ഗസ്റ്റ് ഹൗസ്. ആ കൂര പോലുള്ള സാധനമില്ലേ, അതിനകത്തായിരുന്നു നമ്മൾ 600 രൂപയുടെ റൂമുകളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ സിറോ വാലിയിൽ അപ്പതാനി എന്ന് പറയുന്ന ട്രൈബൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ നേച്ചർ കൺസർവേഷൻ, അവരുടെ കൃഷി രീതികൾ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സിറോ വാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രൈബൽസിനെ കാണുക, അവരുടെ റൈസ് ആൻഡ് പാടി കൾട്ടിവേഷൻ, ഒരു പാടി കൾട്ടിവേഷനും മീൻ കൃഷിയും കൂടെ ഒരുമിച്ചാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണുക, അവിടുത്തെ ട്രൈബൽസിനെയൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിറോ വാലിയിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. പിന്നെ ഇവിടെ ഒരു റിഡ്ജ് ലൈനുണ്ട്, ഒരു ഉയർന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാലി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാൻ പറ്റും. അതുകൂടി ഒന്ന് കാണുക. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യങ്ങളിനകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിറോ വാലിലെ വിശേഷങ്ങളിനകത്തോട് പോകാം. തണുത്തിട്ടാണ് ഗൈസ്, ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഇത്രയും ഗെറ്റപ്പിലൊക്കെ പറഞ്ഞല്ലോ. ഇന്നലെ രാത്രിയിൽ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 10 ഡിഗ്രിയൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ ഇപ്പം 5 ഡിഗ്രി 6 ഡിഗ്രി ആയിട്ടുണ്ട്. വെയിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ ഇറങ്ങിയാൽ ഇതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് പോവുകയും വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. കണ്ണു അരുണാചൽ പ്രദേശിൽ ലോവർ സുബനശ്രീ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ടാണ് നമ്മുടെ സിറോ വാലി എന്ന് പറയുന്നത്. നമ്മൾ തവാങ്ങിലൊക്കെ പോകുന്ന വഴിയെ കണ്ടിരുന്നല്ലോ, അവിടുത്തെ ആ ക്ലൈമറ്റും ആ ഒരു ജോഗ്രഫിയൊക്കെ കണ്ടിരുന്നല്ലോ. അതിൽ നിന്നും എൻ്റയർലി വ്യത്യസ്തമായിട്ടുള്ള നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ സിറോ വാലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് കൊല്ലും തണുപ്പില്ല, നമുക്ക് സഹിക്കാവുന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മളുടെ ബൈക്കിലുള്ള യാത്രയും രാവിലത്തെ യാത്രയൊക്കെ തന്നെ ഇപ്പം തന്നെ രാവിലെ ആയുള്ളൂ. നമ്മൾ കൊച്ചുകുഴപ്പം കാലത്ത് ഇറങ്ങുകയാണ്, ഈ നാട്ടുകാരൊക്കെ എണീക്കുന്നതിന് മുമ്പേ നമ്മൾ ഇറങ്ങുകയാണ് നമ്മളുടെ സ്ഥലങ്ങൾ കാണുന്നതിനായിട്ട്. അതെ, ഇവിടെയൊക്കെ ഉള്ളവർ ഭയങ്കര ലേറ്റായിട്ടാണ് ഉണരുന്നത്. വേറൊന്നുമല്ല, ഈ തണുപ്പൊന്നും മാറുന്ന കൊച്ചു പിടിക്കുന്ന തണുപ്പ് മാറിയതിന് ശേഷം അവർ ആക്റ്റീവ് ആവത്തുള്ളൂ. കടയായാലും എന്തോ 8 മണി 9 മണി ആകുമ്പോഴേ അവർ ആക്റ്റീവ് ആവത്തുള്ളൂ. കാരണം സ്കൂളുകൾ പോലും അങ്ങനെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിറോയിൽ ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നിട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ വഴി ചോദിച്ചപ്പോൾ തന്നെ പുള്ളി ഇതുപോലെ നമ്മൾ എവിടുന്നാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നമ്മൾ ചോദിച്ചാണ്. അപ്പോൾ ഇതുപോലെ മലയാളി, അപ്പോൾ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു കേരളത്തിൽ നിന്ന് ഒരുപാട് പേര്, പ്രത്യേകിച്ചും ടീച്ചേഴ്സാണ്, ഒരുപാട് ടീച്ചേഴ്സ്, മലയാളി ടീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ആരെയും കാണാൻ പറ്റില്ല. സിറോയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു മലയാളിയെ ഞങ്ങൾ കാണാതിരുന്നത്. ബാക്കി എല്ലായിടത്തും ഒരാളെങ്കിലും നമ്മൾ കണ്ടു ഇല്ലേ. ഇവിടെ ഒരുപാട് പേരുണ്ടെന്ന് പറയാം. കാരണം ഇവിടെ പ്രധാന ഈ തണുപ്പ് ഒരു മൈൽഡ്, അരുണാചൽ പ്രദേശിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൈൽഡ് ക്ലൈമറ്റ് എന്ന് പറയാം ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ള ഒരു വലിയ ഹാംലെറ്റാണ് സിറോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ അതിൻ്റെയായിട്ട് വിലയുണ്ട്. നമ്മൾ മലയാളികളെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര കാര്യമാണ് ഈ സിറോയിലുള്ള ആൾക്കാർക്ക്. നമ്മുടെ അപതാനി ട്രൈബും ആ കൾച്ചറൊക്കെ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, ഹോങ് എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ആ വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആ വില്ലേജിലേക്ക് എത്താനായിട്ട്. നമ്മളെ ഗൂഗിൾ വെച്ച് കുറച്ച് കറക്കിക്കൊണ്ടിരിക്കുക, അതാണ് എത്താൻ ലേറ്റാകുന്നത്. കുറച്ച് പന്ന വഴിയൊക്കെയാണ്. അപ്പോൾ ആ വില്ലേജിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഇവിടെ വന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അവിടുത്തെ ആ വീടുകളും അവരുടെ കൾച്ചർ, അവിടുത്തെ ട്രൈബ്സ്, അവിടുത്തെ അമ്മൂമ്മമാർ എല്ലാം നമുക്ക് ഒറ്റയടി കണ്ടു തീർത്ത് നമ്മുടെ ഇവിടുത്തെ ആ ഒരു ട്രിപ്പ് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റും. അതായത് ഇപ്പം നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടുവന്ന തരത്തിലുള്ള ഒരാളിനെ പോലും ഞാൻ ഇവിടെ കണ്ടില്ല. ആക്ച്വലി ഇതൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം മോഡേൺ ആയിട്ട് സിറ്റി ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വില്ലേജിലോട്ട് പോയി കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ നമ്മൾ അട്ടപ്പാടി, അതായത് അവർ പ്രോപ്പർ ട്രൈബൽ പീപ്പിൾസ് ആണല്ലേ. അവിടെ ചെന്നാൽ നമുക്കറിയാത്ത ഒരുപാട് വൈവിധ്യമാർന്ന ഒരുപാട് കാര്യങ്ങൾ, അത് അവർ വേട്ടയാടുന്നതായാലും അവർ ഫുഡിൻ്റെ കാര്യത്തിലും എല്ലാം ഒരു പ്രത്യേക രീതിയല്ലേ അവർ. അപ്പോൾ അതേപോലെ ഉള്ള ഒരു ട്രൈബലാണ്. അവർക്ക് കൾച്ചർ കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ക്ലൈമറ്റിനനുസരിച്ച്, പ്ലേസിനനുസരിച്ചൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോയിൽ കണ്ടിങ്ങനെ ചുക്കിച്ചൊളിഞ്ഞ മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ മൂക്കിലൊക്കെ പലതരം ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് അത് കാണാനായിട്ടാണ് ഞാൻ പുള്ളിയുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. ഇതിപ്പോൾ കറങ്ങി ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് 2 പ്രാവശ്യം കണ്ടു. നമ്മളത് വളഞ്ഞില്ലേ. ഇതിപ്പോ എവിടേക്ക് എത്തുമെന്ന് അറിയത്തില്ല. രാവിലെ ആയോണ്ട് തികച്ചു ഉൾനാടൻ പ്രദേശങ്ങളിൽ കൂടിയായിരിക്കും. രാവിലെ ആണോ ആൾക്കാർ കുറവാണ്, വഴി വയ്ക്കാൻ പോലും ആരുമില്ല. എന്തായാലും വണ്ട വഴിയെ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഒരു നമ്മൾ ഇതുവരെ യാത്രയായിട്ടുള്ള സ്ഥലങ്ങൾ പോലെ ഒന്നുമില്ല. കറക്റ്റ് ആ ഒരു ഹാർട്ട് ലാൻഡ് എന്ന് പറയത്തില്ല, അവരുടെ ട്രൈബൽ ഹാർട്ട് ലാൻഡ് എന്നൊക്കെ പറയത്തില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കയറ്റങ്ങളൊന്നുമില്ല, നല്ല അത്യാവശ്യം പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ റോഡ് മോശമായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ ആരോട് വഴി ചോദിക്കാൻ ആളില്ല.
കാരണം അവർക്ക് എണീറ്റ് വരുന്നതേ ഉള്ളൂ, ഈ സമയത്തൊക്കെ ആരും എണീക്കത്തില്ല. കൃഷി കാണാം നമ്മൾ. ഇവരുടെ മുളങ്കാടുകളാണ്, ഇവരുടെ ഈ നേച്ചർ കൺസർവേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭയങ്കര കൺസർവേറ്റീവ്സ് ആണ് ഇവിടുത്തെ ആൾക്കാർ, ട്രൈബൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളോട് കാണാൻ പറ്റും. വലിയ മൾട്ടി സ്റ്റോർഡായിട്ടുള്ള ബിൽഡിങ്സുകളൊന്നും ഇവിടെ കാണാനില്ല. ഭയങ്കര നോർമലായിട്ട്, അതായത് നമ്മൾ പറയുന്ന പോലെ നസീർ മരിച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ ചെറുതായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ കാണാം, അതും ഇങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടേക്കുന്ന രീതിയിലാണ്. ഇവിടെ കാറും വണ്ടിയൊക്കെ ഉണ്ട്. ഇവിടെ കാണാൻ നിർത്തി ഒന്ന് വഴി ചോദിക്കണം ആരോടെങ്കിലും. നോക്കാം ബാ. മഞ്ഞ് വീണ് കിടക്കുന്ന താഴ്വര, അല്ല കോടമഞ്ഞ് ഇറങ്ങി കിടക്കുന്ന താഴ്വര, അതായിരിക്കുന്നല്ലേ അല്ലേ? അയ്യോ ഇതെല്ലാം ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് കാണാൻ കണ്ടോ ആ ദൂരെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കോടമഞ്ഞ് ഇറങ്ങി കിടക്കുകയാണ്. സൂപ്പർ. ഭയങ്കര തണുപ്പായിരുന്നു രാവിലെ. നമ്മൾ നിന്ന സ്ഥലത്തിനേക്കാൾ ടെമ്പറേച്ചർ കുറവുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്കാണ് ഇവിടെ ഒരാളെ കണ്ടു. ഇവിടെ കുറച്ച് കൃഷി, കിവി, ചോളം. നമ്മുടെ ബാക്കിൽ കാണുന്നില്ലേ, ഇത് ഇവിടുത്തെ ഫിഷ് കൾട്ടിവേഷനാണ്. ഇവിടെ താരം എന്ന് പറയുന്ന ഒരു ഫിഷ് ബ്രീഡിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇവർക്ക് മീനെ കിട്ടിയിട്ട് ഇവർ ഇതിൻ്റെ കൂടെ വളർത്തും. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ്. ഒന്ന് പാടി കൾട്ടിവേഷൻ ഉണ്ട്. ഇപ്പോൾ പാടി കൾട്ടിവേഷൻ കാണുമ്പോൾ ഓവറായി, ഇതിൻ്റെ സീസണൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, അവർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ ഫിഷ് കൾട്ടിവേഷൻ ആണ് മെയിൻലി. അപ്പോൾ ആ ഒരു റൈസ് കൾട്ടിവേഷനും ഫിഷ് കൾട്ടിവേഷൻ ഒരുമിച്ചുള്ള പിസിക്കൾച്ചർ, ഇതാണ് ഈ അപ്പത്താനി എന്ന് പറയുന്ന ഈ ട്രൈബ്സിനെ വ്യത്യസ്തരാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ത്രീകളുടെ മൂക്കിൽ, നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടില്ലേ, ഒരു പ്രായമുള്ള ലേഡിയുടെ മൂക്കിൽ ഒരു എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കണ്ടുപിടിക്കുക, അവരോട് ഫോട്ടോ എടുക്കുക, ഇതൊക്കെയാണ് അവിടെ മെയിൻ അട്രാക്ഷൻസ് ഇവിടുത്തെ. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു, നമുക്ക് നമ്മുടെ ഹോം വില്ലേജിലോട്ട് പോയി നോക്കാം. ഓക്കെ, ഹോം വില്ലേജ്, हम केरला से आए हैं सिरो होम ये सब देखने के लिए. सिरो में गए नहीं, यहाँ से अब सिरो जाएगा. നമ്മൾ കേരളത്തിൽ നിന്ന് ഈ ട്രൈബൽസിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി വന്നവരാണെന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ നമ്മളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഡീറ്റെയിൽഡ് ഒരു ടൂറൊക്കെ അദ്ദേഹം തന്നെ ചെയ്തു തരാമെന്ന്, അതായത് നമ്മളുടെ ആ വീട് ഹോം ടൂർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്തായാലും കണ്ണൂനും തൂക്കി പിടിച്ച് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെയാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്തോറും ഇതുപോലെ തടിയിൽ പൊക്കി നിർത്തിയ, അതായത് തടി മുള അതുകൊണ്ടൊക്കെ പൊക്കി നിർത്തിയ വീടുകൾ നമ്മൾ ഒരുപാട് കണ്ടിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കയറി അങ്ങനെ ചോദിക്കാനുള്ള സത്യത്തിൽ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു വില്ലേജ് ഫുള്ള് ഈ ട്രൈബൽ വില്ലേജ് ഫുള്ള് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഈ കൂര നിങ്ങൾ കാണുമ്പം വിചാരിക്കരുത് ഇത് മൾട്ടി സ്റ്റോർ, അതായത് 2 നില, അതായത് ഒരു നില അടിയിൽ ബ്ലാങ്ക് ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മിഡിൽ ഫ്ലോർ ആണ്. അതിൻ്റെ മുകളിൽ അവർക്കൊരു നമ്മുടെ മച്ചൊക്കെ ഇല്ലേ, അതുപോലെ ഒരു ഫ്ലോറും കൂടി ഉണ്ട്. അത് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പുള്ളി ആ ട്രൈബൽസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഭയങ്കരമായിട്ട് ഹിന്ദിയിലാണ് അവരെല്ലാം സംസാരിച്ചത്. അപ്പം ഇവിടെയുള്ള എല്ലാവർക്കും ഹിന്ദി അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പുറത്തൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹിന്ദി ഇത്ര പ്രോപ്പറായിട്ട് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം നമ്മളെ വീടിനകത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട് കാണിക്കാനും ആ ഒരു ട്രഡീഷണൽ രീതിയെ കാണിക്കാനും വന്നതാണ്. അപ്പോൾ നമുക്ക് നാളത്തോട്ട് വരുന്നേ കണ്ണു ബാ അച്ഛനെ പിടി. കിട്ടുന്നുണ്ട്, നല്ലോണുണ്ട്. ഫോണോട് ഇങ്ങനെ എടുക്കുമോ എൻ്റെ ഇവർ ഇതിൻ്റെ मिर्चा को भी करते हैं. आप काफी पहाड़ी पे ശരിക്കും നമ്മൾ ആ വീടിനകത്തേക്ക് കയറുമ്പം
ഒരു വീട്ടിൽ എന്തായാലും ഒരു 3-4 പേരൊക്കെ ഉണ്ടാകും. അത്രയും പേരെങ്ങനെയാണ് ഇവിടെ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പണിയായുധങ്ങളാവട്ടെ, ഇവർ വളർത്തുന്ന ജീവികളാവട്ടെ, ഇവരുടെ എല്ലാ സേവിങ്സും കാര്യങ്ങളും എല്ലാം ഇവർ ഈ ഒരു ഷെൽട്ടറിൻ്റെ അണ്ടറിലാണ് എല്ലാം കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം പണ്ട് പറഞ്ഞില്ലേ ഇവർ ഭയങ്കര ഹണ്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം അന്ന് അതായത് ഇദ്ദേഹമൊന്നും പോയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ അതായത് പിതൃക്കന്മാർ അവരിങ്ങനെ എന്താ പറയുക അമ്പെയ്ത്തും കാര്യങ്ങളും അങ്ങനെ ഹണ്ട് ചെയ്ത് കിട്ടിയ മറ്റേ നമ്മുടെ മെതുൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ കൊമ്പ്, കാളയുടെയും പശുവിൻ്റെയൊക്കെ കൊമ്പ്, പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കത്തി, അതൊക്കെയാണ് അദ്ദേഹം നമ്മളിലെ മണിച്ചിത്രത്താഴിലെ ശോഭന മോഹൻലാലിനെ ആഭരണങ്ങൾ എടുത്ത് കാണിക്കുന്ന പോലെ ഇദ്ദേഹത്തിന് ഒരാളെ കിട്ടിയപ്പോഴത്തേനും ഇദ്ദേഹം ഭയങ്കരമായിട്ട് നല്ലപോലെ സംസാരിക്കും കേട്ടോ, നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യാനറിയാം. അപ്പോൾ നമ്മളൊരു ഗസ്റ്റായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഓരോ കാര്യവും കൊണ്ട് നടന്ന് നമുക്കിങ്ങനെ പരിചയപ്പെടും. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത ഒരാളെ നമ്മളിങ്ങനെ നമ്മുടെ പെരക്കകത്തേക്ക് വിളിച്ച് കയറ്റിയിട്ട് അദ്ദേഹം വന്ന് നിന്നപ്പോഴേ നമ്മൾ ചോദിച്ചത് എന്ത് പറ്റി, എന്താ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെയാണ് അങ്ങോട്ട് നമ്മളെ വിളിച്ചങ്ങോട്ട് കയറ്റിയത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തണുപ്പ് കൂടുന്ന സമയങ്ങളിൽ അവർക്ക് തീ കായാനും ഒപ്പം തന്നെ എന്താണ് കുക്ക് ചെയ്യാനും കമ്മ്യൂണിറ്റി ലിവിംഗ് അല്ലേ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എല്ലാം ചെയ്യണം. ഇതെല്ലാം അവരവിടെ തന്നെ ചെയ്യാൻ പറഞ്ഞ നമ്മൾ മുളങ്കാടുകൾ അതിലൊക്കെ യൂസ് ചെയ്ത് അവർ തന്നെ നിർമ്മിക്കുന്നതാണ്. അതുപോലെ തന്നെ അതേ സമയം തന്നെ മുകളിൽ കണ്ടോ സാധനങ്ങൾ തൂക്കിയിട്ടേക്കുന്നത്, ഉണക്ക ഇറച്ചി, അതുപോലെ തന്നെ മീൻ, അത് സ്മോക്ക് ചെയ്യാൻ, അത് ഡ്രൈ ചെയ്ത്, അതായത് ഒരു സീസണിൽ അവൈലബിൾ ആവാത്ത സാധനങ്ങൾ അവർ നേരത്തെ ഇങ്ങനെ പ്രീ സ്റ്റോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവരത് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോസിൽ, അതായത് ടി വിയിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇതൊക്കെ നേരിട്ട് കാണുമ്പം കാരണം നമുക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഒരു പുകയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ഒരു പെരക്കകത്ത് മാനേജ് ചെയ്യുന്നു. പക്ഷേ അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. പുകയുടെ ഒരു സ്മെല്ലോ ഒന്നുമില്ല, ആകെ ഒരു പോരായ്മയായിട്ട് കറണ്ട് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതെ, ഒരു സ്ക്രീൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വർക്കിംഗ് അല്ല. ഇവർ ടി വി ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ, നമുക്ക് ശരിക്കും അത്ഭുതം തോന്നിപ്പോവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ പ്രത്യേകത ഏറ്റവും എടുത്ത് പറയേണ്ടത് ഭയങ്കര നിശബ്ദതയാണ് ഈ ഒരു വില്ലേജിൽ ചെന്ന് കഴിഞ്ഞാൽ. കാരണം വണ്ടികൾ ഒരുപാട് ഇറക്കുന്നില്ല, പിന്നെന്താ ഒരു ചെറിയ കാറ്റ്, ഒരു പ്രത്യേക എന്താ പറയുക, അത് ഒരു എനർജി ഒരു കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് അതുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവാൻ കഴിയുന്നത്. കണ്ടോ എന്ത് ലളിതമായ രീതിയിലുള്ള ജീവിത രീതികളാണ് ഇവരുടെ. അവരുടെ മച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക നമ്മുടെ സ്റ്റെപ്പ് പോലെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവർ തണുപ്പ് കൂടുമ്പോൾ അവിടേക്കാണ് മുകളിലേക്ക് കയറി അവിടെയാണ് കിടക്കുന്നത്. ഇത് ഫുള്ളും മുളയാണ്, മുള കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ മുളയെ അവർ ചെറുതായിട്ട് ചൂടാക്കുകയും അടിച്ച് പരത്തുകയും ഈ കാണുന്നത് കട്ടിൽ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലായി വീടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതായത് വീട് വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല. ഇത്രയല്ല ഉള്ളൂ. ഈ അടുത്ത ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് പുതുക്കി പണിയാനുള്ള മുള ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇത്, നമ്മുടെ തെങ്ങോലകൾ, അതുപോലെ തന്നെ ചാണകം മെഴുകുന്നത്, അങ്ങനത്തെയൊക്കെ പരിപാടിയില്ല. അതിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവർ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കത് കാണുമ്പം തന്നെ മനസ്സിലാവും എന്തുമാത്രം വലിയൊരു ഹാളാണെന്ന് നിങ്ങൾ നോക്കിക്കേ. അവിടെ തന്നെയാണ് അവരുടെ കിച്ചണും കാര്യങ്ങളും എല്ലാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് ഈ സ്ഥലം കണ്ടപ്പോൾ ഓർമ്മ വന്ന് നമ്മുടെ ജമ്മുവിലെ ഷിക്കാര റൈഡിന് പോയപ്പോൾ ഹൗസ് ബോട്ടിൽ താമസിച്ചു. വരുവാടാ. और खाना भी यहाँ बैठ के बनाते हैं आप लोग? यहाँ भी बनाता है तो मिक्स करते हैं। आपका ट्रेडिशनल खाना क्या क्या है? आप क्या खाते हैं? चावल खाता है या रोटी खाता है? ये चावल खाता है। हम लोग तो अपटानी पूरा चावल खाते हैं। पूरे चावल खाते हैं। फिश भी खाता है? हाँ फिश भी खाते हैं। ഇത് നോക്കുമ്പോ ഇതിന്റെ മേളിലൊക്കെ ഉണ്ട്. ആണോ? ये आप ऊपर भी जाता है? हाँ ऊपर जाके क्या करेगा? सो जाएगा? नहीं सोता नहीं, पहले जमाने में तो सोता है, अभी तो ये ऊपर में
सामान जो रहता है ना ऐसा टुकड़े टुकड़े ഓക്കെ ഓക്കെ ऐसा ऊपर में रहता है ഓക്കെ. जाके देख सकते हैं ऐसा जाता है. हाँ हाथ लग जाएगा അപ്പോൾ ഇത് ഇവർക്ക് കിടക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പം അധികം ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൃഷി സാധനങ്ങളും മറ്റ് പ്രോഡക്റ്റ്സും ഒക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, രസമുണ്ട്. കിടിലൻ സെറ്റപ്പാണ്. ഇതിനകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ മിസ്സായി. അദ്ദേഹത്തെ കണ്ടായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായിരുന്നു. अब क्या करना है ഇത് ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാർ പണ്ടത്തെ രീതിയിൽ ഇവർ ഈ മൂക്കിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നു. അപ്പം അതാണ്, അങ്ങനെ ഒരാളെ കാണാനാണ് നമ്മൾ നിന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അമ്മമാരെ കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയും ആ കാലഘട്ടത്തിലേക്ക് ഇത് ഉപയോഗിച്ചിരുന്നു. അമ്മയുടെ മുഖത്ത് ഇപ്പോഴും അങ്ങനത്തെ മൂക്കുത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായി കാണാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം വിളിച്ചാണ് അമ്മയെ കാണാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ വന്നപ്പോൾ ഇതിങ്ങനെ ഒരാളെ കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും അങ്ങനൊന്നും വന്നില്ല. എന്തായാലും നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റി. 90 വയസ്സുള്ള ഈ അമ്മൂമ്മയാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ഏത് കണ്ടോ, അമ്മയുടെ മൂക്കിലേക്ക് കണ്ടോ. അപ്പം ഇവരുടെ മൂക്കിലൊക്കെ പണ്ടത്തെ കാലത്ത് ഈ ട്രൈബ്സ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സുന്ദരികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ സൗന്ദര്യം കുറയ്ക്കാൻ വേണ്ടി അവിടുത്തെ ആൾക്കാർ കണ്ടുപിടിച്ച വഴിയാണ് ഈ സ്ത്രീകളുടെ മൂക്കിലൊക്കെ ഇങ്ങനത്തെ ഈ ഇതുകൊണ്ടുണ്ടാക്കിയ മരത്തിന്റെ കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. മരത്തടിയാണോ അത്? മരത്തടിയാണ്. മരത്തടി കൊണ്ട് ഇടുക എന്നുള്ളത്. പിന്നീട് അത് ബാൻ ചെയ്തു. ഗവൺമെന്റ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 70s അതൊക്കെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോഴും പഴയ കാലത്തെ ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അപതാനി കൾച്ചർ, അപതാനി വുമൺസ്, അവരുടെ ട്രഡീഷണൽ ടാറ്റു ഇതൊക്കെ എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. ശരിക്കും അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം മിസ്സായാണ്. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ആ ഒരു ശരിക്കും ആ ട്രഡീഷൻ എന്താണ്, കൾച്ചർ എന്താണെന്ന് അറിയാൻ പറ്റി. അത് തന്നെ ഭയങ്കര ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. അതെ അതെ. കണ്ണു കൊള്ളാമോ? ബാബടി ഇരുന്ന് കുടിക്കാം. അപതാനി ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ചോ കുടിച്ചോ, അമ്മ ഇവിടെ ഇരിക്കാൻ. ചൂടുണ്ടോ? കൊള്ളാവോ? നമുക്ക് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അപ്പത്താനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ധ്വനിക്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകതരം അരിയുടെ കഞ്ഞി, അരിയും പിന്നെ എന്തോ ഓട്സ് പോലെ എന്തോ ഒന്നുകൂടെ ഉണ്ട് അത് കേട്ടോ. കുത്തരിയുടെ മണം. പുള്ളി ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ ഭയങ്കര സംസാരപ്രിയനാണ്. അപ്പം അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു കൂട്ട് കിട്ടിയെന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയതുമൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോട്ട് കളക്ഷനുണ്ട്. അതായത് ഒരുപാട് ഈ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ വരുന്ന വിദേശികളാകട്ടെ സ്വദേശികളാകട്ടെ എല്ലാവരും ഇതുപോലെ ചെറിയ ടിപ്പൊക്കെ കൊടുക്കും. അപ്പോൾ ഈ വിദേശികളുടെ കയ്യിലുള്ള ഡോളറുകളും അങ്ങനത്തെ നോട്ട്സ് എല്ലാം ഉള്ളൂ. അതപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കൊടുക്കും. അദ്ദേഹം അങ്ങനെ അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ പുള്ളി ഒരു കോടീശ്വരനാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ നോട്ടുകൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് വിലയൊക്കെ ഉണ്ട്. പണ്ട് നിരോധിച്ച നോട്ടുകളാവട്ടെ എല്ലാം ഒരുപാട് പഴയ തൊട്ട് സൈഡിൽ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നതാണ് നിങ്ങളാ കാണുന്നത്. അവർക്കതങ്ങ് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സത്യത്തിൽ അത് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അത് ഉപ്പിട്ട അത് മാത്രം, വേറൊന്നും അവർ ചേർത്തിട്ടില്ല. അത് മാത്രം മതി കഴിക്കാനായിട്ട്. പുള്ളി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പെരയ്ക്കകത്ത കാര്യങ്ങൾ കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഭയങ്കര ഭയങ്കര സന്തോഷത്തോടെയാണ് അദ്ദേഹം ഓരോന്നും പരിചയപ്പെടുത്തി നമ്മളെ കാണിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കളക്ഷനെ പറ്റി ഇതുവരെയും ചിന്തിച്ചിട്ടില്ല അല്ലേ, നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇനി ചിന്തിക്കേണ്ടതായി ഇരിക്കുന്നു എന്ന് തോന്നുന്നു. പിന്നെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരുപാട് ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങനെ ഒന്നും അധികം വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്കുള്ള പ്രാതലുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ വെച്ച് മോക്ക് മാത്രമേ ഉള്ളെന്ന് ഞാൻ അവിടെ നിന്നാണ് ഇച്ചിരി കഴിച്ചു നോക്കിയത്. അപ്പം ഇതിൽ ഉപ്പ് മാത്രമേ അവരിട്ടിട്ടുള്ളൂ. നല്ല രുചിയുള്ള ചോറാണ് അത്. ഇതിൽ ചെറുതായിട്ട് തവിടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇദ്ദേഹം ഇവരുടെ അപതാനി ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അധികം ഉപ്പ് അധികം ഇടണ്ട.
ഇത് നമ്മുടെ കഞ്ഞിയില്ലേ, ഇവർ 3 സമയം അരി തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ അപ്പതാനി ബ്രേക്ക്ഫാസ്റ്റ്. अच्छा है चावल और एक आपको दिखाएगा। हाँ तो इससे हमें ब्रेकफास्ट दिया था। तो इसको क्या कहता है? इसको मीठा बोलते हैं। हाँ 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 मीठा। और इसको कूद के ना उसमें बना के चावल को भी बोलते हैं। ഓ ഇത് ഇവരുടെ ട്രഡീഷണൽ അരിയാണ് കേട്ടോ. ഇതാണ് നമുക്ക് രാവിലെ തന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന സാധനം. പക്ഷെ കൊള്ളായിരുന്നില്ലയോ? അധികം ഒരുപാടങ്ങ് വെന്ത് പോയിട്ടുമില്ല, എന്നാൽ അടിപൊളിയായിട്ട് ടേസ്റ്റും ഉണ്ടായിരുന്നു. സൂപ്പർ സാധനം. ഇതിൻ്റെ 4 അരിയും കൂടെ കൊണ്ടുപോകാം. എല്ലാം കൂടെ ചുമക്കാൻ വയ്യ, കുറെ ഫാൻസ് ബോറായിരിക്കുന്നത് അവിടെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചേട്ടനോട് വിട പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ ഹാപ്പിയാണ്, കാരണം നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം നടന്നു. പ്രത്യേകിച്ചും അമ്മയുടെ ഒപ്പം ഒന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ പറ്റി അതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു വന്നതിൻ്റെ തന്നെ. അപ്പോൾ എന്തായാലും അത് നടന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ചരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ചേട്ടനൊന്നും കുറച്ച് അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കൃഷിയൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ട്. നമ്മുടെ ആസാമിൽ തന്ന ബോറ റൈസ് കയ്യിലിട്ടുണ്ട്. അപ്പം ഇതോടെ കുറച്ചുകൊണ്ട് നമുക്ക് നട്ട് നോക്കാം. എന്ത് പറയുന്നത്? ആകെ ഉള്ള ലഗേജ് കൊണ്ട് ഞങ്ങളുടെ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് വലിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഓരോരുത്തർക്ക് നിന്ന് കിട്ടുന്ന കൂട്ടി വെച്ചോണ്ട് പോവുകയാണ്. എന്തായാലും ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഡെഫിനറ്റ്ലി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. കാരണം ആ അരി അവിടുന്ന് കഴിച്ച 2 ആസാമിൽ നിന്നായാലും ഇവിടെ നിന്നായാലും കഴിച്ച 2 അരിയും സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ടേസ്റ്റോ ടെക്സ്ചറോ ഒന്നും അല്ല അത്. അപ്പോൾ എന്തായാലും ഒന്ന് നാട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ള ഇവിടുത്തെ ഒരു ബാംബു ഫോറസ്റ്റ്. ഇവരുടെ ബാംബു ഫോറസ്റ്റ് രീതി എങ്ങനെയാണെന്ന് ഇപ്പോൾ രാവിലെ അവിടെയൊക്കെ ആളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു ഫോറസ്റ്റ് ഏരിയ കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന മറ്റൊരു അട്രാക്ഷനാണ് ബാംബു ഫോറസ്റ്റുകൾ. നമ്മുടെ നാട്ടിലെ കൂട്ടത്തെ ബാംബൂസ് അല്ല ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ചൈനയിലൊക്കെ കാണുന്ന പോലെ തന്നെ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം. ഇവരിതിങ്ങനെ വേലി കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ വയ്യ. കണ്ടോ, ഓരോന്നോരോന്നായിട്ട് നിൽക്കുന്ന ചെറിയ മുളകൾ. ഇവരിത് കൂടുതലും വീടുകൾ പണിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ കയറിയ വീടിൻ്റെ റൂഫും വാളും അതുപോലെ തന്നെ നടക്കുന്ന തറയെല്ലാം അവർ അതുകൊണ്ടാണ് ചെയ്തിരുന്നത്. കണ്ടോ, ഇത് പ്രത്യേക കളറാണ്. ഇത് ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങി എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഒരു മുളംകാട് കണ്ടത്. നല്ല രസമുണ്ട്. നല്ല വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ ഈ 2 സൈഡിലും മുളയാണ്. ഞാനത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന രീതിയിലത്തെ അല്ല. അപ്പോൾ അവരുടെ ഈ റൈസ് സീസൺ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായാലും എവിടെയെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ ഈ പാടി ഫീൽഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കണമെന്നുണ്ട്. നല്ലൊരു സ്പോട്ട് നോക്കി എടുക്കണം എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമെന്നുള്ളത്. ഹോം വില്ലേജിലെ നമ്മുടെ ചേട്ടന് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ പോണ്ടും കാണാൻ പറ്റിയ രീതിയിലുള്ള ഒരു സെറ്റപ്പ് കണ്ടത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം എന്താ സംഭവം എന്ന്. ഇത്
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റെ വേസ്റ്റ്, ഫിഷിൻ്റെ എക്സ്ക്രീറ്റൊക്കെ അല്ലേ, അതെല്ലാം ശരിക്കും ഈ റൈസിന് വളമാവും. അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. പിന്നെ ഈ കണ്ട വന്ന വഴിയിലൊക്കെ കണ്ട ഇതൊക്കെ ഇല്ലേ, മുളം കാടുകളൊക്കെ തന്നെ, അതവർ കൾട്ടിവേഷന് വേണ്ടി നടത്തുന്നതാണ്. അവരുടെ വീടുണ്ടാക്കാനും അവർ നേച്ചറായിട്ട് ഭയങ്കര അധികം ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് നമ്മുടെ അപദാനി കൾട്ടിവേഷൻ, അപദാനി കൾച്ചർ എന്ന് പറയുന്നത്. ശരിക്കും ആ ചേട്ടൻ്റെ വീട്ടിൽ കയറില്ലായിരുന്നു ഭയങ്കര മിസ്സായനായിരുന്നു. നല്ല അടിപൊളി ഗ്രാമ കാഴ്ചകൾ. അങ്ങോട്ടാ പോന്നെ. നമ്മുടെ റോഡിലൊക്കെ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു കൃഷിയും ഇടയ്ക്കൊരു ചെറിയ ഏറുമാടമൊക്കെ. ശരിക്കും ആ നെല്ലിൻ്റെ സീസൺ കഴിഞ്ഞു. മാർച്ച് മുതൽ ഒക്ടോബർ വരെയൊക്കെയാണ് ഇവരുടെ സീസൺ എന്ന് പറയുന്നത്. ഇനിയുള്ള സമയം ഇവർ വെറുതെ ഇരിക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും നമ്മളൊരു പട്ടിയൊക്കെ അവിടെ നോക്കുന്നുണ്ട്. അവിടെ നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ സിറോ കൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇവിടെ നിന്നൊരു 200 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് കൂടുതൽ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡപ്പർജിയോ എന്ന് പറയുന്ന സ്ഥലത്തും, അത് ചൈന ബോർഡറാണ്. അപ്പം അവിടേക്ക് പോകാം. പക്ഷേ നമ്മളിപ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തു. അപ്പോൾ സീറോ വാലി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസിലാണ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൾച്ചറും ട്രഡീഷൻസൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു സ്പോട്ടാണ്. അതുകൊണ്ട് ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള റൂമുകളും എല്ലാം തന്നെയുണ്ട്. അപ്പം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നഹർഗുറാൻ എന്ന് പറയുന്ന ഇറ്റാനഗറിന് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നും ഇവിടേക്ക് ബസ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പം അരുണാചൽ യാത്രയിൽ അരുണാചൽ പ്രദേശ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ സിറോ വാലി എന്ന് പറയുന്നത്. ഒരുപാട് കാഴ്ചകൾ നിങ്ങളവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും കുറേ ദൂരം പോകേണ്ടതുണ്ട്. റൂമിൽ ചെല്ലണം, എല്ലാം സെറ്റാക്കണം, നമുക്ക് യാത്ര തിരിക്കണം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അപ്പോൾ നമ്മളുടെ യാത്രകളുടെയൊക്കെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.